ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് നമ്മളൊരു ചെറിയ യാത്രയ്ക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് കൊല്ലം പാലരുവി വാട്ടർഫോൾസിലോട്ടാണ്. അപ്പോൾ ഞാനും വിഷ്ണു ചേട്ടനും കുഞ്ഞും പിന്നെ അനിയന്മാരും കൂടെ ഉണ്ട്, അമ്പാടി സച്ചു. അപ്പം ഞങ്ങൾ ഇത്രയും പേരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ചാരുമൂട്ടിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കുഞ്ഞുമ്മച്ചിയുടെ ഒന്നാമത്തെ ആണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലോട്ട് വന്നതാണ്. അപ്പോൾ അതിന് ശേഷമുള്ള പിറ്റേ ദിവസമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ചാരുമൂട്ടിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങിയെങ്കിലും വീണ്ടും നമ്മൾ മൂന്നാംകുറ്റി വിഷ്ണുചേട്ടൻ്റെ വീട്ടിലോട്ട് പോകേണ്ടതായിട്ട് വന്നു. കാരണം നമ്മൾ ദേവന് ടർക്കി എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ടർക്കി ഇല്ലാതെ വിഷയമാണ്. അപ്പോൾ രാവിലെ നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. അപ്പം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും മട്ടൊക്കെ മാറും, സൂര്യൻ വരും. അപ്പോൾ ഭയങ്കര വെയിലാകും. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ യാത്ര പോകണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ ബൈക്കിൽ പോകുന്നതുകൊണ്ട് നമുക്ക് ടർക്കി ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ചാരുമൂട് കറ്റാനം പോകുമ്പോൾ വെട്ടിക്കോട് ഭാഗമൊക്കെ എത്തുമ്പോൾ രാവിലത്തെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല രസമാണ്. നല്ല അപ്പുറം ഇപ്പുറം വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് ആ റോഡിൽ കൂടി പാസ് ചെയ്ത് പോകാൻ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ടർക്കിയൊക്കെ എടുത്തിട്ട് നേരെ തിരിച്ചു വന്നു. നമ്മളത് അടൂർ ഭാഗമൊക്കെ ആകുമ്പോഴത്തേക്കിനും, അടൂരിന് സ്റ്റാൻഡിന് തൊട്ടിപ്പുറം, അതായത് സ്റ്റാൻഡ് വരെ പോകണ്ട, അതിനൊക്കെ മുന്നേ ആകുമ്പോഴത്തേനും ഇതേപോലെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയുണ്ട്. അപ്പോൾ നമ്മുടെ പരിസരത്ത് അടുത്തൊന്നും ഇങ്ങനത്തെ കൃഷിയായിട്ടൊന്നുമില്ല. അപ്പം പിന്നെ ഉള്ളത് ഇതാണ് അടൂർ പോകുന്ന ആ റൂട്ട്. അപ്പോൾ നിലവിൽ ഡ്രാഗൺ ഫ്രൂട്ടായിട്ട് നിൽപ്പില്ല, പുതിയത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ആ ഒരു ഏരിയ മൊത്തത്തിൽ അവർ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിൽപ്പനയ്ക്കാണെന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അടൂരൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ തെന്മല അങ്ങോട്ട് കയറാം. പത്തനംതിട്ട റൂട്ട് കഴിഞ്ഞ് തെന്മലയിലോട്ട് കയറുവാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ രാവിലെ ഇറങ്ങിക്കൊണ്ട് ഫുഡൊന്നും കഴിക്കാതാണ് ഇറങ്ങിയത്. രാവിലെ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ചെയ്യാതെ പോകുന്ന വഴിക്ക് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു അടിപൊളി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു നല്ല വൃത്തിയുള്ള ഏതെങ്കിലും ഒരു ഹോട്ടൽ കയറാമെന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ നോക്കുകയാണ്, പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഹോട്ടലുണ്ടോ ഇല്ലയെന്ന്. പോകുന്ന വഴിക്ക് വേറെ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആ പത്തനാപുരം റോഡ് അങ്ങോട്ട് കഴിഞ്ഞ് തെന്മല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഫോറസ്റ്റ് ഏരിയയിലോട്ട് ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ കിടക്കുമ്പോൾ തന്നെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. നല്ല രസമാണ് അവിടെ കാണാൻ. അപ്പോൾ വെയിൽ വരുന്നു തുടങ്ങിയതേ ഉള്ളൂ. അപ്പം ചെറിയ വെയിൽ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. പക്ഷേ നല്ല തണുപ്പ് അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. മൊത്തത്തിൽ ചുറ്റും മരങ്ങളായതുകൊണ്ട് നല്ല തണുപ്പാണ് ആ റോഡിൽ കൂടി നമുക്ക് പാസ് ചെയ്ത് പോകാൻ. അപ്പോൾ നമ്മളിങ്ങനെ തപ്പി അന്വേഷിച്ച് ഒടുവിൽ ലാസ്റ്റിലൊരു കട കണ്ടു. കുറേ കട കാണുമ്പോൾ അടുത്തത് നോക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഒടുവിൽ ലാസ്റ്റിലൊരു ഹോട്ടലിൽ കയറി. അപ്പോൾ രാവിലെ എല്ലാവരും പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. ഞാൻ പൊറോട്ടയും മുട്ടക്കറിയും, വിഷ്ണുവേട്ടൻ പൊറോട്ടയും കടലക്കറി, പിന്നെ അനിയന്മാർ 2 പേരും കൂടി അവന്മാർ ബീഫ് റോസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത്രയും ഓർഡർ ചെയ്തു. പിന്നെ എല്ലാ പൊറോട്ടയുടെയും കൂടി അവർ നമ്മൾ ചോദിക്കാതെ തന്നെ വടയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാം. എന്തായാലും ഒരു വെച്ചതല്ലേ, അപ്പോൾ നമ്മൾ കഴിച്ചു. പക്ഷേ അതിൻ്റെ പൈസ കൊടുക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് പുനലൂർ തൂക്കുപാലം ഉള്ളത്. അപ്പോൾ രാവിലെ ഒരു 8:45 ആയി നമ്മൾ ആഹാരം കഴിച്ചിറങ്ങിയപ്പോൾ. അപ്പോൾ 9 മണി മുതൽ അവിടെ എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പോൾ നമ്മളൊരു 15 മിനിറ്റും കൂടി നിൽക്കേണ്ട ഒരു താമസവും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് പോയിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ പാലരുവിയിലോട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് തിരിച്ച് വന്നതിന് ശേഷം കയറാലോ എന്ന് കരുതി. അപ്പോൾ നമ്മളവിടെ നിന്നില്ല, ജസ്റ്റ് അതുവഴി ഒന്ന് പാസ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് പോകാനുള്ളിടത്തോട്ട് പോയി. അപ്പോൾ അവിടെ തുടങ്ങിയപ്പോഴത്തേക്കിനും നല്ല തണുപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് കാറ്റ്, എന്തോ കാറ്റടിയായിരുന്നു. നമ്മൾ വണ്ടിയിൽ ഞാൻ വെച്ചേക്കുന്ന ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിൽ ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട് ആ ഹെൽമെറ്റ് വെക്കണ്ടെന്ന് തോന്നിപ്പോയി. അതേപോലെ ഹെൽമെറ്റ് വെക്കാത്തൊരു ഫീലായിരുന്നു ആ ഹെൽമെറ്റ് വെച്ചപ്പോൾ. അതേപോലെ മുഖത്തോട്ട് ഭയങ്കരമായിട്ട് കാറ്റ്, ചെറിയ വെയിലൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ദേവൻ എണീറ്റ് തുടങ്ങിയിട്ടുണ്ട്. ദേവൻ ഉറങ്ങിക്കൊണ്ടിരുന്ന ദേവനാണ്. പക്ഷേ ഈ ഒടുവിൽ നമ്മൾ എന്താ പറയുക, യാത്രയൊക്കെ പോയൊരു എൻഡിങ് ഒക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്കൊരു ക്ഷീണം ഉണ്ടാവുമല്ലോ യാത്രയുടെ. പക്ഷേ ദേവൻ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. സാധാരണ പിള്ളേരെയും കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും വീട്ടിലടങ്ങിയിരിക്കുന്ന കുട്ടികൾ നമ്മൾ വെളിയിലോട്ട് കൊണ്ടുപോകുമ്പോഴായിരിക്കും ബഹളം. പക്ഷേ ദേവൻ നേരെ തിരിച്ചാണ്. വീട്ടിൽ ബഹളം വെക്കുന്ന ദേവൻ വെളിയിൽ പോകുമ്പോൾ ഭയങ്കര വൈബാണ്, ടൂറിൻ്റെ വൈബിലാണ് മൊത്തത്തിൽ നിൽക്കുന്നത്. ആൾക്കൊരു പ്രശ്നവും ഇല്ല. ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അതുവഴിയൊക്കെ ഓരോന്ന് പോകുമ്പോൾ ദോ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് കിടന്ന് കണ്ട് അലറുമായിരുന്നു. ആൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ പോകുന്ന വഴിക്കാണ് നമ്മൾ തെന്മല ഡാമിലോട്ടൊക്കെ പോകാനുള്ള ആ ഒരു വഴിയൊക്കെ.
അവിടെ കുറച്ച് നേരം നമ്മൾ നിർത്തിയിട്ട് പോകണോ വേണ്ടായോ എന്നൊക്കെ ആലോചിച്ചു. പിന്നെ തിരിച്ച് വരുമ്പോൾ നോക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ പിന്നെ അങ്ങോട്ട് ടൂറിസ്റ്റുകളുടെ ഓരോ പ്ലേസ് തുടങ്ങുവാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ പാസ് ചെയ്തിങ്ങനെ നമ്മൾ ഈ ഒരു റൂട്ട് എത്തിയപ്പോഴത്തേക്കിനും നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു. വണ്ടിയൊക്കെ ആ ഒരു KSRTC ഒക്കെ പോകുമ്പോഴത്തേക്കിനും അതിങ്ങനെ ഇത് ഫുള്ള് സ്ട്രെയിറ്റ് റോഡല്ലല്ലോ. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം ഇതേപോലെ വളഞ്ഞുള്ള റോഡുകളാണ്. അപ്പോൾ ഇങ്ങനെ പോകാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ഉറക്കം എണീറ്റിരുന്ന ദേവന് നടുക്കിരുന്ന് എൻ്റെയും വിഷ്ണുവേട്ടൻ്റെ നടുക്കിരുന്ന ആൾ അവിടെ നിന്നൊക്കെ പൊങ്ങി ഫ്രണ്ടിൽ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയ വെയിൽ പിന്നെ കുറച്ചും കൂടി ശക്തിയുള്ള വെയിലായപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങ് പുറകിൽ വരാൻ പറഞ്ഞപ്പോൾ ആൾ വരുന്നേ ഇല്ല. ആൾക്ക് ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് എല്ലാ കാഴ്ചയും കണ്ടാൽ മതി. കാര്യമായിട്ടിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ കല്ലടയാറ് നമ്മൾ ആ റൈറ്റ് സൈഡിൽ കൂടി നമ്മൾ പോകുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ കല്ലടയാർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമുണ്ടോ ആ കല്ലടയാറിൻ്റെ. അവർ ആ സൈഡിൽ കെട്ടിയിട്ടുണ്ട്. നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലത്ത് ആ സൈഡ് കൈവരി അവർ കെട്ടിയിട്ടില്ല. നമുക്ക് ആ വഴി ഇറങ്ങി നമുക്ക് കാണാം. നമ്മളിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകുമ്പോഴും നോക്കിയ ചെറിയ വീടുകൾ ആ സൈഡിൽ, ആ മലനിരയുടെ സൈഡിൽ അവർക്കൊക്കെ എന്ത് വേണ്ടി ടെൻഷൻ കാണില്ലേ. ഓരോ ഭയങ്കര ശക്തിയായിട്ടുള്ള മഴയൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് നമുക്കിങ്ങനെ കാണാൻ നല്ല രസം, അവർക്കൊക്കെ എന്ത് ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കല്ലടയാറിൻ്റെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നൊരു സൈഡ് ഇറങ്ങിയിട്ടുണ്ട്. എന്തോ തണുപ്പാണെന്നറിയാമോ വെള്ളത്തിന്, ഭയങ്കരമായിട്ട് തണുപ്പാണ്. ദേവന് വെള്ളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് വണ്ടി യാത്ര, വെള്ളത്തിൽ കളി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആയുധം വെച്ചുള്ള കളികൾ അങ്ങനെയൊക്കെ. വെള്ളം കണ്ട ഉടനെ ദേവനിലെ ആ ഒരു എന്താ പറഞ്ഞ കുസൃതി അങ്ങോട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര സന്തോഷം. വിഷ്ണുചേട്ടൻ്റെ കൈയൊക്കെ വിട്ട് അങ്ങോട്ട് ഓടിപ്പോകുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ആ വെള്ളത്തിലോട്ടൊന്ന് തൊട്ട് നോക്കിയപ്പോഴത്തേനും ഭയങ്കര തണുപ്പായിരുന്നു, ഭയങ്കര തണുപ്പ്. നമ്മളില്ല ഫ്രീസറിൽ നിന്നൊക്കെ വെള്ളം എടുത്ത് വെച്ച് കുടിക്കത്തില്ലേ, ആ ഒരു തണുപ്പായിരുന്നു. നല്ല ഉരുളം കല്ലുകളും ഒക്കെ കിടന്നിട്ട് കുറച്ച് നേരം നമ്മൾ അതിനകത്തിലൊക്കെ നിന്ന്. അപ്പോഴത്തേക്കിനും ഫ്രണ്ടിൽ പോവുമായിരുന്നു അനിയന്മാർ. അവരൊരു പോക്കങ്ങ് അങ്ങോട്ടങ്ങ് പോയി. വിളിച്ചിട്ടാണെങ്കിൽ കോള് അറ്റൻഡ് ചെയ്യുന്നുമില്ല. നമ്മൾ ലൊക്കേഷൻ ഇട്ട് പോകുന്നതുകൊണ്ട് കോള് വരുന്നത് കാണുന്നില്ല. പിന്നെ ഞങ്ങൾ ഒന്നും കൂടി ട്രൈ ചെയ്ത് 2-3 വട്ടം ട്രൈ ചെയ്തപ്പോഴാണ് എടുത്തത്. പിന്നെ പോയിട്ട് അവന്മാർ തിരിച്ചു വരികയാണ് ചെയ്തത്. പിന്നെ നമ്മളവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഫുഡ് കൊണ്ടുവരുമായിരുന്നെങ്കിൽ ഇപ്പോൾ പൊതിച്ചോറായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊണ്ടുവരുമായിരുന്നെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കഴിക്കാമായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ നിന്നതിന് ശേഷം നമ്മൾ തിരിച്ച് വന്നിട്ട് നമ്മുടെ പാലരുവിയിലോട്ടുള്ള കവാടം എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാലരുവിയിലോട്ടുള്ള. അപ്പോൾ നമ്മളൊരു ഫോറസ്റ്റ് ഏരിയ കൂടിയാണ് പോകുന്നത്. ഇനി അങ്ങോട്ട് പ്രത്യേകിച്ച് വണ്ടിയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ മെയിൻ റോഡ് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തേക്കുവാണ്. കൂടുതലും തമിഴ്നാട് ഏരിയയിൽ നിന്നുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ നമ്മുടെ പാർക്കിംഗ് സെക്ഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്തിയപ്പം സമയം ഒരു എത്ര ആണോ, മൊത്തത്തിൽ നമ്മുടെ ചാരുമൂട്ടിൽ നിന്ന് ഇവിടം വരെ ഒരു 36-38 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. ഒരു 2 മണിക്കൂറിൻ്റെ യാത്രയായിരുന്നു ഉള്ളത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു 9:30-10 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. സമയം കറക്റ്റായിട്ടായിരുന്നു ഇവിടെ. അപ്പോൾ എത്തി. അപ്പോൾ അതിനുശേഷം ഞാനും സച്ചും കൂടി പോയി നമുക്ക് അങ്ങോട്ട് കയറാനുള്ള പാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ആളുടെ എണ്ണം അനുസരിച്ച് നമ്മൾ എടുക്കണം, പാസ് എടുക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ഏത് വണ്ടിയിലാണോ വന്നിട്ടുള്ള അതിൻ്റെ പാർക്കിംഗ് ബില്ലും കൂടി ചേർത്താണ് അടയ്ക്കേണ്ടത്. അപ്പോൾ അതൊക്കെ അടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടോട്ടുള്ള പ്രത്യേക ബസ് സർവീസ് ഉണ്ട്. നമുക്ക് അതിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ, ആ വാനിൽ മാത്രം. പിന്നെ അങ്ങോട്ട് കടയോ കാര്യമോ ഒന്നുമില്ല. എക്കോ ഫ്രണ്ട്ലിയാണ്. പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഒന്നും അതിനുള്ളിലില്ല. ഒരു കട പോലും ഇല്ല. അവിടെ വന്നപ്പോൾ നമ്മൾ നോക്കിയപ്പം കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ എല്ലാവരും വമ്പൻ സെറ്റപ്പിലാണ്. അവരെല്ലാം കുളിക്കാനുള്ള സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ കുളിക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഉടുപ്പുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പാൻ്റ് ഒന്നും എടുക്കാത്തതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റിയില്ല. ദേവൻ വേണ്ട മൊത്തത്തിൽ അലമ്പായിരുന്നു അതിൻ്റെ അകത്ത് കയറി. അവരെല്ലാം ഇവിടെ നമുക്ക് അവിടെ പോയിട്ട് ഡ്രസ്സിങ് റൂമുണ്ട്, അവിടെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് അതിനുള്ളിൽ ഇറങ്ങാം. പക്ഷേ അവരെല്ലാം അവിടുന്നേ മാറി ഫുൾ കുളിക്കാനുള്ള ഇതിലാണ് വന്നേക്കുന്നത്. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ടൈഗർ റോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഓരോ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്, ഓരോ ആ ഏരിയയുടെയും പ്രത്യേകത. എന്നിട്ട് ലാസ്റ്റിൽ നമ്മൾ പാലരുവിയുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. നല്ല രസം കേട്ടോ. ആ ഒരു ഫോറസ്റ്റിൻ്റെ മൊത്തത്തിൽ കുറേ ഉള്ളേരിയ നമ്മൾ പോയിട്ട് ആ ഒരു നടുക്കാണോ എന്ന് അറിഞ്ഞുകൂടാ, ഏകദേശം നല്ല ഉള്ളിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ, അടിപൊളി തണുപ്പാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് ഈ വന്ന വരവ് നല്ല ചൂട് കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്ത് വന്നിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. ഇവിടെ ആ ചൂട് അറിയുന്ന പോലും ഇല്ല, മൊത്തത്തിൽ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ വന്നിട്ട് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇനി കുറച്ച് അവിടെ ഒരു അമ്മയും കുട്ടിക്കുരങ്ങനും കുഞ്ഞിക്കുരങ്ങനും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. വലിയ കുരങ്ങനും കുട്ടിക്കുരങ്ങനും ഒക്കെ
നമ്മൾ ആദ്യമേ ദൂരത്ത് നിന്ന് നോക്കിയപ്പോൾ ആ വണ്ടി വന്നിറങ്ങിയാൽ നമ്മൾ ചോദിച്ചു പ്രതിമ പോലെ വെച്ചേക്കുവായിരുന്നു ആ കുരങ്ങന്മാർ. പക്ഷെ അവർ സ്റ്റില്ലായിട്ട് അവിടെ തന്നെ നിൽക്കുമായിരുന്നു. വന്നവരെല്ലാം അതിൻ്റെ ഫ്രണ്ടിൽ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ചെറിയൊരു കഫേ പോലെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. നമ്മൾ അവിടെ നിന്ന് നടന്നു. അപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടല്ലോ എത്ര ദൂരം നടക്കണം. അവിടെ നിന്ന് നടക്കുക എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മുള കൊണ്ടല്ല ഉണ്ടാക്കിയിട്ടുള്ള ആ മുളയുടെ സ്ട്രക്ചറിൽ കമ്പിയാണെന്ന് തോന്നുന്നു. കമ്പി വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ദൂരത്ത് നോക്കുമ്പോൾ ആ വൈറ്റ് കളർ കാണുന്ന ആകാശമല്ല, നമ്മുടെ ആ പാലരുവി വാട്ടർഫോൾസ് ഇങ്ങനെ താഴോട്ട് ആ വെള്ളം ഒഴുകുന്നതിൻ്റെ ഒരു വെള്ള കളറാണ്. നമുക്കറിഞ്ഞുകൂടല്ലോ ആദ്യമായിട്ട് വരുമ്പോൾ അത് എന്തുവാ ഇത്ര ദൂരമുള്ളൂ, കുറച്ചുകൂടി പോകണം. നമ്മൾ നോക്കുമ്പോൾ ഒരു ആകാശം പോലെ, പക്ഷെ കുറച്ചും കൂടി അടുത്തോട്ട് നോക്കിയപ്പോഴാണ് നല്ല രസമുണ്ട് കാണാൻ തന്നെ. ആ സൈഡ് റൈറ്റ് സൈഡിൽ താഴോട്ട് ഫാമിലിയായിട്ടൊക്കെ വന്നവരാണെങ്കിൽ താഴെ എല്ലാവർക്കും കൂടി അവിടെ നിന്ന് അതേപോലെ ഒരു ചെറിയ വാട്ടർഫോൾ പോലെ ഉണ്ട്. വാട്ടർഫോളിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ കുളിക്കാൻ പറ്റുന്ന രീതിയിൽ സ്ഥലമുണ്ട്. ഇനി അല്ല, നമ്മൾ സെപ്പറേറ്റ് ആ പാലരുവി മെയിനായിട്ടുള്ള പാലരുവിയിൽ നിന്ന് താഴോട്ട് വരുന്ന വെള്ളത്തിൻ്റെ അവിടെ സെപ്പറേറ്റ് ജെൻസിനും ലേഡീസിനും ഉള്ള ഏരിയ ആണ്. ഫാമിലിയായിട്ട് വരുന്നവർക്ക് ഒന്നിച്ച് ചെയ്യുന്ന നമുക്ക് അവിടെ പോയി ആസ്വദിക്കാം, എൻജോയ് ചെയ്യാം. പിന്നെ നമ്മുടെ ഏറ്റവും ടോപ്പിൽ കയറി. പക്ഷെ നമ്മൾ ചെന്നപ്പോൾ ഉള്ളൊരു കഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ വാട്ടർഫോൾ വീഴുന്നതിൻ്റെ താഴെ ഈ ഒരു ഭാഗത്തൊക്കെ നിന്ന് നമുക്ക് കുളിക്കുകയോ കളിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഒഴുക്ക് കൂടുതലായിരുന്നു നമ്മൾ ചെന്ന ദിവസം. അതുകൊണ്ട് അവർ ആ സെക്ഷൻ മാത്രം ഓപ്പൺ ചെയ്ത് തന്നിട്ടില്ല. അതിൻ്റെ താഴത്തോട്ട് വീണ്ടും ഏരിയ ഉണ്ട്. അവിടെയൊക്കെ നിന്ന് നമുക്ക് വേണമെങ്കിൽ കുളിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ എൻ്റെ മെയിനായിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ കയറുന്നത്. നമ്മൾ ഇത്രയും നടന്ന് വന്നതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് വീണ്ടും കയറാൻ, പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞുമായിട്ടൊക്കെ കൊണ്ട് കൈ പിടിച്ച് കയറുമ്പോൾ കുറച്ച് പാടാണ്. കുറച്ചേറെ സ്റ്റെപ്പുകളുണ്ട്. പക്ഷേ എനിക്ക് വിഷയമില്ല, കാരണം വിഷ്ണു ചേട്ടനും അവന്മാരും കുഞ്ഞിനെ എടുക്കുന്നുണ്ട്. എനിക്ക് ഈസി ആയിട്ട് കയറി വരാമായിരുന്നു. നമ്മൾ ഏറ്റവും ടോപ്പിൽ കയറി അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് നല്ല രസമാണ്. ആ തണുപ്പിൻ്റെ കൂടെ ഈ കാറ്റും കൂടി അടിക്കുമ്പം മൊത്തത്തിൽ നല്ലൊരു വൈബാണ്. എന്തുകൊണ്ട് നമ്മൾ എന്തായാലും നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ്. നമുക്കിങ്ങനെ വണ്ടിയിൽ വരാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, ബൈക്കിൽ വരാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പെട്രോൾ അടിക്കേണ്ട പൈസ, പിന്നെ ഫുഡ്, പിന്നെ ഇവിടോട്ടുള്ള എൻട്രി, അത്ര കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ, നമ്മൾ കുറച്ചേറെ പേരുണ്ടെങ്കിൽ വണ്ടി എടുത്തിട്ട് വരുവാണെങ്കിൽ, കാറിലൊക്കെ വരുവാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് വരാൻ പറ്റുന്ന മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടിപൊളി സ്ഥലമാണ്. നമ്മൾ അവിടെ നിന്ന് പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ എടുക്കുമല്ലോ, ഇവിടെ വന്ന് എല്ലാവരും അങ്ങനെയാണല്ലോ അവിടെ നിന്ന്. പക്ഷേ കുളിക്കുന്ന കുറേ ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ബാക്കിയുള്ളവർ നിന്ന് കുളിക്കുന്നുണ്ട്, നമുക്കതൊന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ദേവൻ്റെ മെയിനായിട്ടുള്ള കുളിയായിരുന്നു അവിടെ ഉള്ളത്. ദേവൻ വെള്ളം കണ്ട് അവിടെ നിന്ന് അർമാദിക്കുമായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് വന്നപ്പോൾ കണ്ട ഒരു വ്യൂ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇത്. തെന്മല ഡാമിൽ നിന്നുള്ള വെള്ളം വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ നിന്നിട്ട് ആ വ്യൂ കുറച്ച് നേരം കണ്ടു. അതും കാണാൻ നല്ല ഭംഗിയായിരുന്നു. തിരിച്ച് വന്നപ്പോഴത്തേനും വിശപ്പിൻ്റെ വിളി അമിതമായതുകൊണ്ട് നമ്മൾ നല്ല റെസ്റ്റോറൻറ്റ് നോക്കി നടന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ, നമ്മൾ ദൂര ഇടങ്ങളിലോട്ട് പോകുമ്പോൾ നല്ലത് ഏതാണെന്ന് നോക്കിയിട്ടല്ലേ കയറാൻ പറ്റും. അല്ലെങ്കിൽ ഫുഡ് പോയ്സൺ എപ്പോൾ അടിച്ചെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ അവസാനം അവിടെ വന്നിട്ട് ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, പിന്നെ വിഷ്ണുചേട്ടൻ ചട്ടിച്ചോറ്, അങ്ങനെ ഐസ്ക്രീം, ലൈം ജ്യൂസ്, അതൊക്കെയാണ് വാങ്ങിച്ച് കഴിച്ചത്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള നമ്മൾ തിരിച്ചു വന്നപ്പോൾ കഴിച്ചതും ഈ ഒരു പുനലൂർ പാലത്തിൻ്റെ അടുത്തുള്ള തൂക്കുപാലത്തിൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ തന്നെ ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ടും കൂടി കയറി ഫുഡും കൂടി അടിച്ച് വയറ് ഫുള്ളായപ്പോൾ പിന്നെ ഒന്നിനും വയ്യായിരുന്നു, നടക്കാനും ഒന്നും. പക്ഷേ ദേവൻ ഫുൾ ആക്റ്റീവായിരുന്നു, ആൾക്കൊരു പ്രശ്നമില്ലായിരുന്നു. ആദ്യമേ ദേവനും അമ്പാടിയും കൂടെ അങ്ങ് ഫ്രണ്ടിൽ നടന്ന്, അതും എന്തൊരു വെയിലായിരുന്നു. അതുകൊണ്ടല്ല അവിടെ ആ പാലത്തിൻ്റെ സൈഡിൽ പോയി ആൾ ഇരിപ്പുണ്ട് നമ്മൾ വരുന്നത് നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ അവൻ്റെ ഫ്രണ്ടിലൊക്കെ ഇപ്പം മെയിനായിട്ട് സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് കാര്യങ്ങളുമൊക്കെ ഈ ഒരു സ്ഥലത്ത് വന്ന് നടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ആൾക്കാർ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ നമ്മൾ നിന്നതിന് ശേഷം നമ്മൾ വീണ്ടും വീട്ടിലോട്ട് യാത്രയായി. അപ്പോൾ ഒരു 4-4:30 ആയപ്പോഴത്തേക്കിനും നമ്മൾ വീട്ടിലെത്തി. 6:30 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, നമ്മൾ 4:30 ആയപ്പോഴത്തേക്കിനും എത്തി. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.